ओम श्री सद्गुरु चरणारविंदाभ्यां नमः। गुरु ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारंभां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। शास्त्रं शारीरमीमांसा देवस्तु परमेश्वरः आचार्य शंकराचार्यः सन्तु मे जन्म जन्मनि। नारायणं वत्मभवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमधास्य शिष्यं श्रीशङ्कराचार्यमदास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्ततमानतोऽस्मि। चित्रं बडतरोर्मूले वृद्धा शिष्या गुरुर्युवा गुरोस्तु मौनं व्याख्यानं शिष्यास्तु छिन्न സംശയാഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ആദ്യ ശ്ലോകം വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി എന്ന് ആരംഭിക്കുന്ന ആ ശ്ലോകത്തിന്റെ അർത്ഥചിന്തനത്തിലെ ഏതാണ്ട് അവസാന ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. ഇവിടെ പ്രബോധത്തിൽ അദ്വൈതം സാക്ഷാത്കരിക്കുമ്പോൾ പ്രബോധ സമയം, ആ സന്ദർഭത്തിൽ ആ സമയം സാധകന് ദ്വൈതം അഥവാ പ്രപഞ്ചം ഇല്ലാതാകുന്നു. അദ്വൈതം എന്ന് പറഞ്ഞാൽ ദ്വൈത നിഷേധമാണ്. അപ്പോ ഇവിടെ ഈ ദ്വൈത നിഷേധം എന്ന് പറയുമ്പോൾ ദ്വൈതം സത്യമാണോ അല്ലയോ എന്നൊരു ചർച്ച. അവിടെയാണ് നാം ഈ വ്യാവഹാരിക സത്ത, പ്രാതിഭാസിക സത്ത, പാരമാർത്ഥിക സത്ത എന്ന സത്തയെ നാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മൂന്നായി കണ്ടുകൊണ്ടുള്ളതായ ആ ഒരു വിഭജനം ഇവിടെ നാം സ്വീകരിക്കുന്നത്. സത്ത ഒന്നേ ഉള്ളൂ, പാരമാർത്ഥിക സത്ത. ദാറ്റ് ഈസ് ദി ട്രാൻസെൻഡന്റൽ റിയാലിറ്റി എന്ന് പറയും. പാരമാർത്ഥികമായ സത്ത, ആ സത്ത ചിത്താണ്, ആനന്ദമാണ്. ഈ പ്രാതിഭാസിക സത്ത ഈ സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ നാം പല ക്ലാസ്സുകളിലായി നാം അത് ചർച്ച ചെയ്തതാണ്. ആ സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ നാം മനസ്സിലാക്കിയതായ പ്രാതിഭാസിക സത്ത, അതല്ലെങ്കിൽ ജാഗ്രത അവസ്ഥയിൽ നമുക്ക് തോന്നുന്നതായ തെറ്റായ ജ്ഞാനം, ശുക്തിയിൽ രജതം എന്ന ജ്ഞാനം, ശുക്തി രജതം അല്ലെങ്കിൽ രജ്ജു സർപ്പം, ഈ രണ്ട് ഉദാഹരണങ്ങളാണ് ഏറ്റവും കൂടുതൽ വേദാന്തത്തിൽ സ്വീകരിച്ചു കാണുന്നത്. ശുക്തി രജതം അല്ലെങ്കിൽ രജ്ജു സർപ്പം. ഈ ശുക്തി രജതത്തിൽ ശുക്തി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഉള്ളതാണ്. താൽക്കാലികമായിട്ട് അതിൻ്റെ അസ്തിത്വം നമുക്ക് അംഗീകരിക്കാം. എന്നിട്ട് ആ ശുക്തി എന്ന ആധാരത്തിൽ, ആശ്രയത്തിൽ രജതം എന്ന ഒരു തെറ്റായ ജ്ഞാനം, ഭ്രമം ഉണ്ടാകുന്നു. അയഥാർത്ഥ ജ്ഞാനം എന്ന് പറയും. തെറ്റായ ജ്ഞാനം, അത് ഭ്രമം എന്ന് പറയും. അതിനെ ശരിയായ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ അല്ലെങ്കിൽ വിശേഷ ദർശനത്തിലൂടെ ഈ തെറ്റായ ജ്ഞാനം ഇല്ലാതാകുന്നു. നേതം രജതം എന്ന്. അപ്പൊ കുറച്ച് സമയം ആ വസ്തു, ശുക്തിയായി ഇരുന്ന വസ്തു രജതം പോലെ തോന്നിയിരുന്നു. ആ രജതം അധ്യസ്ഥമാണ്. മായ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എവിടെ നിന്ന് ആ രജതം വന്നു എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് നോക്കാം. എവിടെ നിന്നോ നമുക്കൊരു തെറ്റായ ജ്ഞാനം വന്നു. നാം അതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ നാം മനസ്സിലാക്കി. അതായത് കാരണാവിദ്യയും കാര്യാവിദ്യയും ഒക്കെ നാം മനസ്സിലാക്കി. അങ്ങനെ ഈ ആ രജതം, അവിടെ ഉണ്ടായിരുന്ന രജത്തെ നമുക്ക് സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ സാധ്യമല്ല. കാരണം സച്ച് എന്ന ബാധ്യത, ആ രജതം, ആ വെള്ളി സത്താണെങ്കിൽ
അത് ഉള്ള വസ്തു ആയിരുന്നെങ്കിൽ ഒരിക്കലും ബാധിക്കപ്പെടുമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ബാധിക്കപ്പെടുന്നു. എപ്പോൾ? വിശേഷ ദർശനത്തിൽ. എന്നാൽ അസത്ത് എന്ന് പറഞ്ഞാലോ, അസച്ചെന്ന പ്രതീയേത, അത് അത്യന്തം അസത്താണ് എന്ന് പറയാനും സാധ്യമല്ല. അസത് വസ്തു, ഇല്ലാത്ത വസ്തുവാണെന്ന് പറയാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അസത്തായിരുന്നു എങ്കിൽ ഒരിക്കലും പ്രതീതി വിഷയം ആകുമായിരുന്നില്ല, ജ്ഞാന വിഷയമാകുമായിരുന്നില്ല. അപ്പോൾ അവിടെ ഉള്ളത് സത്തെന്നോ അസത്തെന്നോ പറയാൻ കഴിയാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വസ്തുവാണത്. അതിനെ സദസദ് വിലക്ഷണം എന്ന് പറയും. ഇറ്റ് ഈസ് നൈദർ സത് നാർ അസത്. എന്നാൽ രണ്ടും കൂടി ചേരും ആണെന്ന് പറഞ്ഞാലോ, അതും സാധ്യമല്ല. ഒരിക്കലും സത്തും അസത്തും ഒരേ സമയത്തും ഉണ്ടാവില്ല. ഉദാഹരണം, ഇവിടെ ഇപ്പോൾ എൻ്റെ മേശപ്പുറത്ത് ഒരു ഘടം ഉണ്ടെന്ന് ധരിക്കുക. ആ ഘടം ഉള്ളപ്പോൾ ഘടത്തിന്റെ അഭാവം പറയാൻ കഴിയുന്നതല്ല. ഘടവും ഘടാഭാവവും ഒരേ സമയത്ത് അനുഭവ വിഷയമാകുന്നതല്ല. ഘടമുണ്ടെങ്കിൽ ഘടാഭാവം ഇല്ല, ഘടാഭാവം ഉണ്ടെങ്കിൽ ഘടം ഇല്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് അഭാവം പറയാൻ കഴിയുന്നതല്ല ഈ പറയുന്ന ഈ ശുക്തിരജതത്തിലെ രജതം. അത് അത്യന്തം അസതെന്നോ അത്യന്തം സത്തെന്നോ പറയാൻ വ്യവഹരിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് സതസഭ്യാം അനിർവചനീയം മഹാത്ഭുത അനിർവചനീയ രൂപ എന്ന് ആചാര്യൻ അവിടെ അതിനൊരു പ്രത്യേകത നൽകി. ഈ മായയുടെ ഒരു വിലാസമാണ്, ഈ മായയുടെ ഒരു 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 പ്രകടനമാണ്, അല്ലെങ്കിൽ ഒരു ക്രീഡയാണ് ഈ പ്രപഞ്ചമായിട്ട് തോന്നുന്നതും അത് അവസാനം ആ പ്രപഞ്ചം ഇല്ലാതാകുന്നു. ഇതാണ് ഈ ദ്വൈതം എന്ന് പറയുന്നത്. താൽക്കാലികമായിട്ട് ഉള്ളതാണ്, ആത്യന്തികമായി ഇല്ലാത്തതുമാണ് ദ്വൈത നിഷേധം എന്ന് പറയും. അപ്പോൾ പ്രാതിഭാസിക സത്തയെ പോലെയാണ് ഈ ഒരു അനാദിമായയാ സുപ്തോ, ഈ ഒരു ആശയമാണ് അനാദിമായയാ സുപ്തോ യഥാ ജീവപ്രബുദ്ധ്യത്തെ അജമനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധ്യത്തെ തഥാ എന്ന് ഗൗഡപാദൻ തൻ്റെ മാണ്ഡൂക്യ കാരികയിൽ അദ്ദേഹം സമർത്ഥിച്ചത്. അജം അനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധ്യത്തെ തഥാ എന്ന്. അജം എന്ന് പറയുമ്പോൾ ജാഗ്രത്തിനെ ഇല്ലാതാക്കുന്നു. അനിദ്രം, നിദ്രയില്ല. അസ്വപ്നം, സ്വപ്നവുമല്ല. അപ്പോ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ നിന്നും വ്യത്യസ്തമായ, അതിൽ നിന്നും ഭിന്നമായതായ തുരീയ അവസ്ഥ അദ്വൈതം ബുദ്ധ്യത്തെ തഥാ. ആ അദ്വൈതം അപ്പോൾ ജ്ഞാന വിഷയമാകുന്നു. അദ്വൈതം ജ്ഞാന വിഷയമാകുന്നു എന്ന് പറയുമ്പോൾ അദ്വൈത ബോധം, ആ ബോധമാണ്. അവിടെ പിന്നെ ജ്ഞാനമെന്നോ ജ്ഞേയമെന്നോ, അതായത് നോളജ്, ഓബ്ജക്റ്റ് ഓഫ് നോളജ്, നോവർ എന്ന ത്രിപുടി അവിടെ ഉണ്ടാകുന്നതല്ല. ആ സമയത്ത് അവയെല്ലാം ഇറ്റ് ഓൾ മെർജസ് ഇൻ നോളജ് എന്നാണ്. ഈ പറഞ്ഞ ഈ സ്വാത്മബോധം, അതിന് ഇത് എത്തുന്നത് വരെ സാധകൻ പല സാധനകളും അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതിന് ശ്രുത്യ ആചാര്യ പ്രസാദേന യോഗാഭ്യാസവശേന ച ഈശ്വരാനുഗ്രഹേണാപി സ്വാത്മബോധോ യഥാ ഭവേത് എന്ന് പറയും. ശ്രുതി, ആചാര്യം, അവരുടെ അനുഗ്രഹം. ശ്രുതിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ശ്രുതിയിൽ പറയപ്പെട്ടിട്ടുള്ളതായ തത്വങ്ങൾ നല്ല പോലെ അവ അനുസന്ധാനം ചെയ്യുക. ഉപനിഷത്തുക്കളിലെ മഹാവാക്യങ്ങളുടെ ചിന്തനം എന്ന് വേണമെങ്കിൽ പറയാം. ആചാര്യപ്രസാദേന, ആചാര്യപ്രസാദം, ആചാര്യന്റെ അനുഗ്രഹം. ഇനി അതായത് ശ്രുതി എന്ന് പറയുമ്പോൾ
അസംഭാവന ഇല്ലാത്തതായ ആണ് ശ്രുതി. അതായത് കാൽപ്പനികമായ വസ്തുതകളൊന്നും ഇല്ലാത്തതാണ് ശ്രുതി. യഥാർത്ഥമായ വസ്തുതയെ ബോധിപ്പിക്കുന്നതാണ് ശ്രുതി. ആ ശ്രുതിയിലെ ആശയങ്ങൾ വിശദമാക്കി ഉപദേശിക്കുന്നവനാണ് ആചാര്യൻ. ഇവിടെ ആചാര്യൻ അത്യാവശ്യമാണ്. ഗുരു ഇല്ലാതെ ഇവിടെ ഗുരു ഒരു മാർഗദർശനം നൽകുന്നു. അപ്പോൾ മാർഗദർശകനായ ആചാര്യനും മാർഗം എന്താണെന്ന് ഉപദേശിക്കുന്ന ശ്രുതിയും ഇവയുടെ അനുഗ്രഹത്തോടെ യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നിധിധ്യാസനം എന്നർത്ഥം. നിധിധ്യാസനം, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് കോൺടംപ്ലേഷൻ എന്ന് പറയും. അത് ധാരമുറിയാതെയുള്ള ചിന്തന, ആത്മാവിനെ കുറിച്ചുള്ള ചിന്തന. ഇനി ഈശ്വരാനുഗ്രഹേണാപി, മുമ്പ് സേവിച്ചതായ, നാം ആരാധിച്ചതായ, എങ്ങനെ ശ്രവണത്തിലൂടെയും മനനത്തിലൂടെയും ആരാധിച്ചിരുന്നതായ പരമാത്മാവ്, ആ പരമാത്മാവിന്റെ അനുഗ്രഹം അതെങ്ങനെ ഉപാസകന്റെ ചിത്തത്തിൽ, ഉപാസകന്റെ മനസ്സിൽ സ്വതഃ തത്വാവിഷ്കരണം സ്വതേ ഉണ്ടാകുന്നു. ശ്രുത്യാചാര്യ പ്രസാദത്താൽ, യോഗാഭ്യാസ വശത്താൽ എന്ന് പറയാം. നിധിധ്യാസനത്തിലൂടെ ഉള്ള കഴിയുന്ന സാധന ചെയ്യുന്ന, അനുഷ്ഠാനം ചെയ്യുന്ന സാധകന്റെ മനസ്സിൽ ഈ ഈശ്വരന്റെ, നേരത്തെ ശ്രവണ മനനാദികളിലൂടെ ആരാധിച്ചതായ ആ ഈശ്വരന്റെ അനുഗ്രഹം തൻ്റെ ചിത്തത്തിൽ, നിർമ്മലമായ ചിത്തത്തിൽ തത്വ ആവിഷ്കരണ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നർത്ഥം. ഇതെല്ലാം കൂടി വരണം. നേരത്തെ പറഞ്ഞ സാധന ചതുഷ്ടയ സമ്പന്ന അങ്ങനെയും ആയിരിക്കണം ആ വ്യക്തി. കാരണം വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ സന്യാസയോഗാദ്യതയ ശുദ്ധസത്വാഹ എന്ന് ഉപനിഷത്തിൽ പറയുകയാണ്, മുണ്ടകോപനിഷത്തിൽ. ഇനി ആചാര്യവാൻ പുരുഷോ വേദ എന്നുമുണ്ട്, ശ്രുതിയുണ്ട്. ഇവിടെ ഛാന്തോഗ്യത്തിലും പറയുന്നുണ്ട്, ഗുരുദീക്ഷാ സമ്പന്ന പുരുഷ ആത്മാനം ഉപസമ്പദ്യ സുഖീ നിർവൃത്തോ ഭവതി എന്ന്. അപ്പൊ ആചാര്യന്റെ സ്ഥാനം വളരെ 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 വലുതാണ്. ഗുരുദീക്ഷാ സമ്പന്ന, ഗുരുവിന്റെ ദീക്ഷ കൊണ്ട് അനുഗ്രഹം ലഭിച്ചതായ ഗുരുദീക്ഷ. ദീക്ഷ എന്ന് പറയുന്നത് ഉപദേശമാണ്, സാധാരണ നിലയ്ക്ക് അങ്ങനെ എടുക്കാം. ആത്മാനം ഉപസമ്പദ്യ, ആത്മസ്വരൂപം മനസ്സിലാക്കി സുഖി നിർവൃത്തോ ഭവതി എന്ന് ഛാന്തോഗ്യത്തിലും പറയുന്നുണ്ട്, മുണ്ടകോപനിഷത്തിലും പറയുന്നുണ്ട്. ജ്ഞാനപ്രസിദ്ധ ഈ പറയുന്ന വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥ സന്യാസയോഗാദ്യതയ ശുദ്ധസത്വാഹ എന്ന് പറയുന്നുണ്ട്. സന്യാസയോഗം, സന്യാസം എന്ന് പറയുന്നതിനെ അവിടെ ക്രമസന്യാസം എന്നാണ് ആചാര്യസ്വാമികൾ വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ സന്യസ്ത ഭാവമുള്ള, അങ്ങനെയും നമുക്ക് അർത്ഥം സ്വീകരിക്കാം. ആചാര്യസ്വാമികൾ കർക്കശമായിട്ട് അവിടെ പറയുന്നുണ്ട് ക്രമസന്യാസം എന്ന് തന്നെ. അപ്പോൾ ജ്ഞാനപ്രസാദം കൊണ്ട് വിശുദ്ധ അന്തഃകരണം, വിശുദ്ധമായ പരിശുദ്ധമായ അന്തഃകരണത്തോടു കൂടിയ ആ വ്യക്തിക്ക് മാത്രമാണ് യോഗ്യതയുള്ളത്. ബ്രഹ്മദഷ്ടും സഹ യോഗ്യോ ഭവതി. അതുകൊണ്ട് അയാൾ, ആ വ്യക്തി, ആ സാധകൻ സർവ അവയവ ഭേദവർജിതം ആത്മാനം ഉപലഭ്യത്തെ, ഏകസ്വരൂപമായ ആത്മാവിനെ മനസ്സിലാക്കുന്നു. അനേകം ശ്രുതികൾ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ ഈ ചിതാത്മാവ് തന്നെയാണ് ഈശ്വരൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അത് ചർച്ച ചെയ്തു. ജീവൻ തന്നെയാണ് ഈശ്വരൻ. ഒരു സന്ദർഭത്തിൽ ഈശ്വരൻ വേറെ, ജീവൻ വേറെ എന്ന ബോധം ഈ ജ്ഞാന സാധനകളിലൂടെ കടന്നു പോകുമ്പോൾ
ഈശ്വര തത്വവും ജീവതത്വവും ഒന്നാണെന്ന് സാധകൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു. അതായത് രണ്ടും ചിത്തിന്റെ പ്രതിബിംബങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നു. കാരണമായ അവിദ്യയിൽ പ്രതിബിംബിക്കുമ്പോൾ ഈശ്വരനെന്നും, കാര്യം അതായത് പഞ്ചകോശങ്ങൾ എന്ന് പിൽക്കാലത്ത് അതിലെ ഒരു വിവരണം വിദ്യാരണ്യ മഹാസ്വാമികൾ നൽകി. പഞ്ചകോശസ്ഥിതമായ അവിടെയുള്ള ആ തത്വത്തിൽ, അവിടെ പ്രതിബിംബിക്കുന്ന തത്വത്തെ അവിടെ ജീവനെന്നും, രണ്ടും ചിദാഭാസമാണ്. ഈശ്വര തത്വവും ചിദാഭാസമാണ്, ജീവതത്വവും ചിദാഭാസമാണ്. ആഭാസം എന്ന് പറയുമ്പോൾ മലയാളത്തിലുള്ള സാമാന്യാർത്ഥമല്ല. ആഭാസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിഫ്ലക്ഷൻ എന്നർത്ഥം, ബിംബം, പ്രതിബിംബം എന്നർത്ഥം. അങ്ങനെ ഒരു തോന്നൽ, ഉപാധിയിലൂടെയാണ് ഈ തോന്നൽ വരുന്നത്. ദർപ്പണം എന്ന ഉപാധി ഉള്ളപ്പോൾ നമ്മുടെ മുഖം പ്രതിബിംബം ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. നമ്മിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രതിബിംബമായിട്ട് തോന്നുന്നു. എന്നാൽ ദർപ്പണം, ആ കണ്ണാടി എന്ന ഉപാധി ഇല്ലാതാകുമ്പോൾ ആ പ്രതിബിംബം എവിടെ പോയി? ബിംബത്തിൽ തന്നെ ലയിച്ചു എന്നാണ്. അങ്ങനെ ഈ ചിദാഭാസനായ ജീവനും ചിദാഭാസനായ ഈശ്വരനും ഒന്നാണെന്നുള്ള ബോധം ഉണ്ടാകും. അവിടെ ഈശ്വരൻ തന്നെയാണ് ജീവഭാവത്തിൽ ഉള്ളതും. ഇന്നലെ നാം ആ രാജാവിന്റെ ചരിത്രമൊക്കെ മനസ്സിലാക്കി. ഒരു രാജാവ് അങ്ങനെ യുദ്ധത്തിൽ ജയിച്ച് അതായത് രണാങ്കണത്തിൽ ചതുരംഗ ബലോപേതനായ രാജാവ് യുദ്ധത്തിൽ എല്ലാവരെയും ജയിച്ച് ഈപ്സിതമായ, ഇഷ്ടപ്പെട്ടതായ എല്ലാ ഭോഗങ്ങളും അനുഭവിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശത്രുക്കളാൽ പരാജിതനായി വനത്തിലേക്ക് അയാൾ എത്തിച്ചേർന്നു. അതായത് ഈ വാസ് എക്സൈൽഡ്. സാധാരണ അങ്ങനെയാണല്ലോ. വനം പ്രാപ്യ തപശ്ചരന്. അപ്പോൾ തപസ് ചെയ്യാനുള്ളതായ ആ പ്രേരണയുണ്ടായി. മുഹൂർത്തമാത്രം ആത്മാനം മന്യത്തെ കൽപ്പജീവനം തഥൈവ. അപ്പോൾ കുറച്ചു കാലം അങ്ങനെ ജീവിച്ചു എന്ന ഒരു തോന്നൽ. കുറച്ചു കാലം രാജാവായിരുന്നു, ഇപ്പോൾ കുറച്ചു കാലം തപസ്വിയായിട്ട് കഴിയുന്നു. എന്നാൽ ജ്ഞാനം ലഭിക്കുമ്പോൾ ഈ മുൻപുണ്ടായിരുന്നതെല്ലാം തന്നെ മായികമാണ് എന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ ജാഗ്രത് കാലേപി മനോരാജ്യം കരോത്യസൗ. ഈ ജാഗ്രത് കാലത്തിൽ നാം അനുഭവിക്കുന്ന കർത്താഹം ഭോക്ത, ഐ ആം ദ ഡൂവർ, ഐ ആം ദി എൻജോയർ എന്നൊക്കെയുള്ള ഈ ധാരണകളെല്ലാം മിഥ്യാധാരണകളാണ്, അയഥാർത്ഥമായ ധാരണകളാണ് എന്ന് മനസ്സിലാക്കി ഇതെല്ലാം കേവലം ഒരു മനോരാജ്യം മാത്രമാണ്. കാലമാകുന്ന നദിയുടെ പ്രവാഹത്തിൽ ക്ഷീണമായുർണ പശ്യത്തി. അവിടെ ഒരു ഉദ്ദേശമുണ്ട്. കാരണം ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാന്തിക്ഷയം യൗവനം എന്നൊക്കെ ഒരു സ്തോത്രത്തിൽ ആചാര്യസ്വാമികൾ അരുളി ചെയ്യുന്നു. അതായത് പിന്നീടാവാം എന്ന് മാറ്റി വെക്കരുതെന്നാണ്. എപ്പോഴാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് സൗകര്യമായിട്ട് കുടുംബഭാരങ്ങളെല്ലാം ഒന്ന് ഇറക്കി വെച്ച ശേഷം ഒന്ന് അവസാനം പുസ്തകമെടുത്ത് ഭഗവത്ഗീത പഠിക്കാൻ ആരംഭിക്കുമ്പോഴാണ് കണ്ണിന് കാഴ്ചയില്ല എന്ന് മനസ്സിലാക്കുന്നത്. കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്നു എന്ന് മനസ്സിലാക്കുന്നു. കണ്ണട വെച്ചാലും കാഴ്ചശക്തി വേണ്ടതുപോലെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഐ ഡോക്ടറെ അന്വേഷിച്ച് പോകേണ്ടി വരും. അപ്പോൾ എപ്പോൾ സമയം കിട്ടുന്നുവോ, അതിപ്പോ കാലം പറയുന്നില്ല. ഇവിടെ എത്രയോ മഹാന്മാർ, മഹാജ്ഞാനികളെല്ലാവരും ബാല്യകാലത്തിൽ തന്നെ അവർ മഹാജ്ഞാനികളായി പരിണമിച്ചു എന്നാണ് അവരുടെ കഥകളിലൂടെയൊക്കെ നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ക്ഷീണമായുർ ന പശ്യതി, ആയുസ് പ്രതിദിനം പ്രതിക്ഷണം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഈ തത്വബോധം ഉണ്ടാകണം. നാം ഇപ്പോൾ ഈ പ്രകാശം, അതായത് ജ്ഞാനം നമുക്കിപ്പോൾ ഇല്ല. ഇപ്പൊ ഇരുട്ട് മാറുന്നു.
പ്രകാശം ഉണ്ടാകുമ്പോൾ ഇരുട്ട് മാറുന്നു, അത് നാം മനസ്സിലാക്കുന്നു. പക്ഷെ നാം ഇരുട്ടിലാണ് കഴിയുന്നതെന്നും നാം മനസ്സിലാക്കുന്നില്ല. അജ്ഞാനം എന്ന ഈ ഇരുട്ടിലാണ് നാം ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അജ്ഞാനം മാറണമെങ്കിൽ ജ്ഞാനസൂര്യൻ ഉദിക്കണം. ആ ജ്ഞാനസൂര്യനെ പ്രാപിക്കുവാനുള്ള ഉപായങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതുമാണ്. അപ്പോൾ ഈ ആയുക്ഷയം അതുപോലെ തന്നെയാണ് ഈ അജ്ഞത്വവും, അതായത് ഈ ജീവത്വവും ഈശ്വരത്വവും എല്ലാം. ഈശ്വരൻ തന്നെയാണ് ജീവനാകുന്നത്. ജീവൻ എന്ന് പറഞ്ഞ് സ്വതന്ത്രമായ ഒരു അസ്തിത്വം ജീവന് ഇല്ല എന്നും നാം മനസ്സിലാക്കണം. അങ്ങനെ ഈ വ്യവഹാരങ്ങളിലൂടെ ഈ ജ്ഞാനം സ്വപ്രകാശമാണെന്നും മനസ്സിലാക്കി അവിടെ ക്രിയകളെ കുറിച്ചൊക്കെ പറയുന്നു. അതായത് ഈ ജ്ഞാന സമ്പാദനം എന്ന് പറയുന്നത് ഒരു ക്രിയയല്ല എന്നാണ് പറയുന്നത്. ഉള്ളതിനെ മനസ്സിലാക്കാൻ, അഹം ജ്ഞാനസ്വരൂപ എന്ന് മനസ്സിലാക്കാൻ ഒരു ക്രിയയുടെ ആവശ്യമില്ല. നമ്മുടെ വൈദിക മതത്തിലെ മറ്റ് മതങ്ങളിൽ, അതായത് വിശിഷ്ടാദ്വൈതം, ദ്വൈതം, ശിവാദ്വൈതം മുതലായ മതങ്ങളിലെല്ലാം മുക്തി എന്ന് പറയുന്നത് നേടേണ്ട ഒന്നാണ്. അദ്വൈത മതത്തിൽ ആകട്ടെ അറിയപ്പെടേണ്ട ഒന്നാണ്. ഈ വ്യത്യാസം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. പ്രാപ്യമല്ല മുക്തി. എവിടെയോ ഒരു സ്ഥലത്ത് ഒരു വൈകുണ്ഠമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്വർഗമുണ്ട്, അല്ലെങ്കിൽ ഒരു ശിവലോകമുണ്ട്, അവിടെ എത്തിച്ചേരുക എന്നതാണ് മുക്തി എന്ന് കരുതരുത്. അദ്വൈത മതത്തിൽ മുക്തി എന്ന് പറയുന്നത് പരിണാമമല്ല. ഇത് സ്വന്തം അവസ്ഥയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ക്രിയാസാധ്യമല്ല എന്നർത്ഥം. ക്രിയാസാധ്യമല്ല, അവിടെ എത്തിച്ചേരേണ്ടതല്ല. ക്രിയാസാധ്യം എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിൽ. ഒരു ക്രിയ കൊണ്ട് ലഭിക്കുന്നതല്ല. രണ്ട്, ഒരു ക്രിയയാൽ മനസ്സിലാക്കപ്പെടേണ്ടത് അതുമല്ല. പിന്നെയോ ഇത് ഉണരുക എന്നുള്ളതാണ്. ഇറ്റ്സ് ആൻ അവയർനെസ്. അതാണ് അദ്വൈതത്തിന്റെ പ്രത്യേകത, അതിന്റെ ശ്രേഷ്ഠതയും അതാണ്. ശിവോ ബ്രഹ്മാദിദേഹേഷു സർവജ്ഞ ഇതി ഭാസത്തെ ദേവതിര്യങ് മനുഷ്യേഷു കിഞ്ചിജ്ഞസ്താരതമ്യതഃ എന്ന്. ഈ ജ്ഞാനം എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മാനസോല്ലാസത്തിൽ വ്യാഖ്യാനകാരൻ സുരേശ്വരൻ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. ശിവ എന്ന് പറഞ്ഞാൽ ശിവനല്ല, രുദ്ര പര്യായത്തോട് കൂടിയതായ ശിവനല്ല. ഇവിടെ പറയുന്നത് ബ്രഹ്മ എന്നാണ്. സാക്ഷാത് പരം ബ്രഹ്മ, ജ്ഞാനസ്വരൂപം. ആ ജ്ഞാനം എങ്ങനെയുള്ളതാണ്? അത് വിശുദ്ധ ജ്ഞാന രൂപമാണ്. വിശുദ്ധ ജ്ഞാനദേഹായ എന്നൊക്കെ നമ്മൾ പഠിക്കുമല്ലോ. വിശുദ്ധ ജ്ഞാനമാണ് അത്. ആ ജ്ഞാനം ബ്രഹ്മാദിദേഹേഷു സർവജ്ഞ ഇതി ഭാസത്തെ. ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു എന്നിവരിൽ സർവജ്ഞതനെ പോലെ അനുഭവപ്പെടുന്നു. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു പരിപാലിക്കുന്നു, ശിവൻ അതിനെ തന്നിലേക്ക് ലയിപ്പിക്കുന്നു. അപ്പോ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന ഈ മൂന്ന്, ഇതിനെന്താ പറയുക, തൊഴിൽ എന്ന് പറയാൻ വേണമെങ്കിൽ, വ്യാപാരം, ഇവ ചെയ്യുന്നവരായി ത്രിമൂർത്തികൾ എന്ന ഈ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർ സർവജ്ഞരായി തോന്നുന്നു, അനുഭവപ്പെടുന്നു. ഇനി ഈ ജ്ഞാനം ഒരു താരതമ്യമുണ്ട് ഇവിടെ. ദേവതിര്യങ് മനുഷ്യേഷു കിഞ്ചിജ്ഞസ്താരതമ്യതഃ. കിഞ്ചിജ്ഞത്വം, ഇവ മൂന്നിലും സർവജ്ഞൻ, ബ്രഹ്മാവ് മുതലായവരിൽ സർവജ്ഞത്വം. ദേവന്മാരിൽ ആ സർവജ്ഞത്വം അല്പം കുറവായിട്ട് കാണുന്നു, കിഞ്ചിജ്ഞത്വം. ദേവന്മാർക്ക് ഓരോ പ്രത്യേക ശക്തികളുണ്ട്.
പ്രത്യേക ജ്ഞാനമുണ്ട്. പക്ഷേ അത് ത്രിമൂർത്തികളുടേതുപോലെ അല്ല. ഇനി ദേവതിര്യങ് മനുഷ്യേഷു, മനുഷ്യരിൽ കുറച്ചുകൂടി ദേവന്മാരെക്കാളും കുറഞ്ഞ രീതിയിലുള്ള ജ്ഞാനം കിഞ്ചിഞ്ഞത്വം മനുഷ്യരിലുണ്ട്. മനുഷ്യരെക്കാളും കുറഞ്ഞ രീതിയിലുള്ള ജ്ഞാനം തിര്യങ് ജന്തുക്കളിലുണ്ട്, ക്രമേണ പക്ഷികൾ മുതലായവയിലെല്ലാം. അപ്പോൾ ചരാചരങ്ങളിലെല്ലാം തന്നെ ജ്ഞാനമുണ്ട്, പക്ഷേ ജ്ഞാന താരതമ്യം കാണപ്പെടുന്നു. ഇവകളിലെല്ലാം അതനുസരിച്ചുള്ള പ്രവർത്തനമാണ് കാണുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താ? ബ്രഹ്മാദി സ്തംഭപര്യന്ത സ്വപ്നകൽപ്പൈവ കൽപ്പന. ബ്രഹ്മാവ് മുതൽ സ്തംഭം വരെ, സ്തംഭം എന്ന് പറഞ്ഞാൽ അചേതനമായ വസ്തു എന്നർത്ഥം. അവിടെ ഇവയെല്ലാം തന്നെ കൽപ്പനകളാണ്. ഇവയെല്ലാം അയഥാർത്ഥമായ ജ്ഞാനമാണ് എന്നർത്ഥം, കൽപ്പനകൾ എന്നർത്ഥം. ഏതുപോലെ സ്വപ്നകൽപ്പൈവ, സ്വപ്നം പോലെ, സ്വപ്നകൽപ്പ, സ്വപ്നതുല്യ കൽപ്പന. സ്വപ്നതുല്യമായ സ്വാപ്നിക അനുഭവങ്ങൾക്ക് തുല്യമായ കൽപ്പനകളാണ് ഇവയെല്ലാം. വെറും തോന്നല് മാത്രമാണ്. സാക്ഷാത്കൃതേ അനവച്ഛിന്നേ പ്രകാശേ പരമാത്മനി. ഏതിലാണ് ഈ തോന്നൽ വരുന്നത്? പരമാത്മനി പ്രകാശേ, പ്രകാശസ്വരൂപമായ പരമാത്മാവിൽ. പരമാത്മാവിന് പ്രകാശം എന്നുള്ള സ്വരൂപമുണ്ടോ? സത്ത് എന്നുള്ള സ്വരൂപം? ഇതെല്ലാം നമ്മുടെ അറിവിന് വേണ്ടിയാണ്, നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവയെല്ലാം. അനവച്ഛിന്നമായ, അതായത് അവച്ഛിന്നരഹിതമായ ആ പരമാത്മാവിന്റെ സ്വരൂപം ജ്ഞാനമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. എങ്ങനെ? ജാഗ്രത പ്രബോധത്തിൽ സ്വപ്നം എങ്ങനെ ഇല്ലാതാകുന്നുവോ അതുപോലെ ജാഗ്രതും ഇല്ലാതാകുമ്പോൾ, ദ്വൈതബോധവും ഇല്ലാതാകുമ്പോൾ പരമാത്മാവ് സ്വയം പ്രകാശിക്കുന്നു. ഇങ്ങനെ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തി ഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമഃ. അങ്ങനെ അപ്രകാരം വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനി മായയാ ബഹിർഭൂതം യഥാ നിദ്രയാ യസാക്ഷാത് കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. അപ്പോ ഇവിടെ ഈ പറഞ്ഞ ഈ ശ്ലോകത്തിൽ പൂർവാർദ്ധം കൊണ്ട് ശാസ്ത്രീയ ദൃഷ്ടിയിൽ നോക്കിയാൽ ആദ്യത്തെ ഭാഗത്തിൽ, അതായത് ആദ്യത്തെ 2 വരികളിലൂടെ അവിടെ മഹാവാക്യത്തിലെ സ്വം പദത്തെ അവിടെ നിർദ്ധാരണം ചെയ്യുന്നു. അതായത് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനി മായയാ ബഹിർഭൂതം എന്നതുവരെ സ്വം പദാർത്ഥമാണതല്ല. ഇനി യസ് സാക്ഷാത് കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവ അദ്വയം തസ്മൈ, തത്പദം കൊണ്ട് ദക്ഷിണാമൂർത്തി സ്വരൂപം, ജ്ഞാനസ്വരൂപമായ ദക്ഷിണാമൂർത്തി സ്വരൂപം, അവിടെ തത്പദം, ത്വംപദവും തത്പദവും ഉള്ള ഐക്യം, തത്വം പദങ്ങളുടെ ഐക്യം, അതായത് തത്വമസി എന്ന മഹാവാക്യത്തിന്റെ ഒരു വിശദീകരണം കൂടിയാണ് ഈ ശ്ലോകം എന്ന് വ്യാഖ്യാനകാരന്മാർ മനസ്സിലാക്കി തരുന്നു. അങ്ങനെ ഈശ്വരൻ, ഗുരു. ആരാണ് ഈശ്വരൻ? പ്രേരകത്വാത് ഈശ്വരത്വം. പ്രേരകനാകുന്നു സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും സൽക്കർമ്മ ആചരണം വഴി ചിത്തശുദ്ധി നേടാനും. അങ്ങനെ ശുദ്ധമായ നിർമ്മലമായ ആ ചിത്തത്തിൽ, അന്തഃകരണത്തിൽ ഈ പരിശുദ്ധമായ ഈ ബ്രഹ്മബോധം ഉണ്ടാകാനും അതുവഴി ചിത്തം മുതലായ ഉപാധികൾ ഇല്ലാതാകാനും, ഉപാധിരഹിതമായ, അതായത് ഉപാധിരഹിതം എന്ന് പറയുമ്പോൾ ഈ കണ്ണട ഇല്ലാതാകുന്നത് പോലെ എന്നർത്ഥം. പ്രതിബിംബിതമായ മുഖത്തെ മനസ്സിലാക്കി തരുന്ന കണ്ണടയാണ് അവിടെ ഉപാധി. ഇറ്റ് ഇസ് എ കണ്ടീഷൻ. ആ കണ്ടീഷൻ ഇല്ലാതാകുമ്പോൾ, ഉപാധി ഇല്ലാതാകുമ്പോൾ
പ്രതിബിംബവും ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഈശ്വരൻ എന്ന് പറയുന്ന ഉപാധി ഇല്ലാതാകുന്നു, ജീവൻ എന്ന ഉപാധിയും ഇല്ലാതാകുന്നു. ശുദ്ധമായ കേവലമായ നിർവിശേഷമായ ജ്ഞാനം, അഹം ജ്ഞാനം, അഹം എന്നുള്ള ബോധമില്ല അവിടെ. അവിടെ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതൊക്കെ വാക്കുകൊണ്ട് നാം പറയുന്നതാണ്. പരിപൂർണ ചിദാനന്ദോഹം എന്ന് നമുക്ക് പിന്നീട് പറയാവുന്ന തരത്തിലുള്ളതായ ശുദ്ധ ബോധം അവിടെ മാത്രം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് മൗനം എന്ന് പറഞ്ഞത്. വാക്കുകൊണ്ട് പ്രകടിപ്പിച്ചില്ല. അദ്വൈതത്തെ ദക്ഷിണാമൂർത്തി വാക്കുകൾ കൊണ്ടല്ല പ്രകടിപ്പിച്ചത്. പിന്നെയോ മൗനം, ഗുരോസ്തു മൗനം വ്യാഖ്യാനം, മൗനത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ശിഷ്യാസ്തു ഛിന്ന സംശയാഹ, സർവഥാ യോഗ്യരായ അധികാരികളിൽ ഉത്തമരായ ശിഷ്യന്മാർ ആ മൗന വ്യാഖ്യാനത്തിലൂടെ ഈ അദ്വൈതത്തെ അവരും സാക്ഷാത്കരിച്ചു എന്നാണ്. ചിത്രം, ഇത് വളരെ വിചിത്രമല്ലേ, അത്ഭുതകരമല്ലേ? ചിത്രം വടതരോർ മൂലേ, വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ആ വൃദ്ധാ ശിഷ്യാഹ, വൃദ്ധാഹ, അവർ വൃദ്ധന്മാരാണ്. വയസ്സുകൊണ്ടുള്ള വാർദ്ധക്യമുണ്ട്, ജ്ഞാന വാർദ്ധക്യമുണ്ട്, എന്നാലും ജിജ്ഞാസയുണ്ട്. തത്വം ശരിയായ തരത്തിൽ അറിയാനുള്ള ജിജ്ഞാസയുള്ളത് കൊണ്ട് അവർ ശിഷ്യന്മാരാണ്. ഗുരു യുവ, നിത്യയുവാവായ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ദക്ഷിണാമൂർത്തി. ഇവിടെ ജീവനെന്നും ഇവിടെ ഗുരുവെന്നും ഈശ്വരനെന്നും മൂർത്തി ഭേദം, ആത്മാവെന്നും. ഇവിടെ ആത്മാവ് തന്നെയാണ്. ആത്മാവ് ഏകമാണ്, സ്വസ്വരൂപമായി നിൽക്കുന്ന അവസ്ഥയാണ് ആത്മാവ്, ആത്മതത്വം. ആ ആത്മാവ് തന്നെയാണ് ഈശ്വരനാകുന്നത്. എപ്പോൾ? പ്രേരകത്വാത് ഈശ്വരത്വം. പ്രേരകനാകുമ്പോൾ നമ്മിൽ നിന്നും വ്യത്യസ്തമായി നിന്നുകൊണ്ടുള്ള ഒരു 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 സ്ഥാനത്തിൽ നിന്നുകൊണ്ട് സദ്വാസനകൾ നമ്മിൽ ഉണർത്തിച്ച് സൽക്കർമ്മങ്ങളിൽ നമ്മെ പ്രേരിപ്പിച്ച് ആ സൽക്കർമ്മങ്ങളിലൂടെ ലഭിക്കുന്നതായ ചിത്തശുദ്ധി, ആ ചിത്തശുദ്ധി അതായത് നൈർമല്യം, ആ നിർമ്മലമായ അന്തഃകരണത്തിൽ ഈ ഉപാധിരഹിതമാകുമ്പോൾ, ആ അന്തഃകരണം ഇല്ലാതാകുമ്പോൾ ശേഷിക്കുന്നതായ ആ അവസ്ഥ ശുദ്ധ ബ്രഹ്മ അവസ്ഥ. അങ്ങനെ പ്രേരകത്വാദി ഈശ്വരത്വം. ഇനി ബോധകത്വാത് ഗുരുത്വം. ഗുരു രൂപത്തിൽ ബോധിപ്പിക്കുന്നു, നമുക്ക് ഉപദേശിക്കുന്നു. അപ്പൊ വ്യാവഹാരിക തലത്തിലാണ് ഗുരുവും ഈശ്വരനും നിലനിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കണം. ഗുരുതത്വവും ഈശ്വരതത്വവും വ്യാവഹാരിക തലത്തിൽ, പാരമാർത്ഥിക തലത്തിൽ ആത്മാവ് മാത്രം. ഈ മൂർത്തി ഭേദം ഇത് നമുക്ക് ആവശ്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ആ മൂർത്തി ഭേദത്തെ വ്യോമവുമായി, ആകാശം, അഖണ്ഡമായ ആകാശവുമായി ഇവിടെ താരതമ്യപ്പെടുത്തുന്നു. ആകാശം അഖണ്ഡമാണ്. ബാക്കി ഭൂതങ്ങളെല്ലാം, ആകാശത്തെ ഒരു ഭൂതമായി അംഗീകരിച്ചാൽ അത് അഖണ്ഡമാണ്. ഒരു ഭൂതവസ്തുവായി അംഗീകരിച്ചാൽ, ഇനിയും ഭൂതവസ്തു ആവണ്ട, ആകാശം ബ്രഹ്മം പോലെയാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആകാശത്തിനെ പിന്നെ നമുക്ക് നിർവചിക്കാൻ സാധ്യമല്ല. എവിടെയാണ് ഈ ആകാശം? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലും ഒരു ആകാശമുണ്ട്, ഹൃദയാകാശം, ഹൃദയ ഗുഹ എന്നൊക്കെ പറയാറുണ്ട്. വ്യോമവത്, വ്യോമം അഖണ്ഡമാണ്, സഖണ്ഡമല്ല. ഖണ്ഡം എന്ന് പറഞ്ഞാലോ, പാർട്സ് ആർ അവൈലബിൾ, യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു പാർട്സ്. ആകാശത്തെ നമുക്ക് അങ്ങനെ ഓരോ വിഭാഗങ്ങളായി, നമുക്ക് ഓരോ ഖണ്ഡങ്ങളായി നമുക്ക് വിഭജിക്കുവാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമഃ. ആകാശവത് സർവഗതം സുസൂക്ഷ്മം എന്ന് ഉപനിഷത്തുകൾ പറയുന്നു. നമ്മൾ പറഞ്ഞതല്ല, ഉപനിഷത്തുകൾ തന്നെ ആകാശത്തെ അവിടെ ഒരു ഉദാഹരണമായി കൊണ്ടുവരികയാണ്. ആകാശത്തിന്റെ അഖണ്ഡ സ്വരൂപം. ഇപ്പൊ ഭൂമിയെ വേണമെങ്കിൽ നമുക്ക് ഖണ്ഡമാക്കാം. എങ്ങനെ? ഓരോ പ്രദേശങ്ങളുണ്ട്, ഭൂഖണ്ഡങ്ങളുണ്ട്. അതിൽ ഏഷ്യ എന്നൊരു ഖണ്ഡമുണ്ട്, അതിൽ
ഭാരതം എന്നൊരു ഖണ്ഡം ഉണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് വിഭജിക്കാം. ആകാശത്തെ വിഭജിക്കാൻ സാധ്യമല്ല. അങ്ങനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമഃ എന്ന് അവിടെ മൂർത്തിത്രയ പരിച്ഛേദം, ആ പരിച്ഛേദമില്ലാത്ത അപരിച്ഛിന്നമായ ബ്രഹ്മം അനുഭവ വിഷയമാകുന്നു എന്ന് പറയുന്നു. ആ മനസ്സിലാക്കേണ്ടത് പ്രേരകത്വാത് ഈശ്വരത്വം, ബോധകത്വാത് ഗുരുത്വം, സ്വസ്വരൂപാത് ആത്മത്വം എന്നും മനസ്സിലാക്കണം. അങ്ങനെ ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ആദ്യത്തെ ശ്ലോകം സ്വാത്മാനമേവ അദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാം. വ്യാവഹാരിക തലത്തിൽ നിന്നുകൊണ്ടുമാണ് ഗുരുവായ ദക്ഷിണാമൂർത്തിയെ നാം ഇപ്പോൾ സ്തുതിക്കുന്നതും അദ്ദേഹത്തെ ആരാധിക്കുന്നതും. ഇനി ഇവിടെ മതാന്തര നിരസനം തുടങ്ങുകയാണ്. ആത്മാവിന്റെ സ്വരൂപത്തിൽ മതാന്തര നിരസനം, മറ്റു മതങ്ങളുടെ അഭിപ്രായത്തെ നിരസിക്കുക. എങ്ങനെ നിരസിക്കുക? രണ്ട് രീതിയാണ്. ഒന്ന് തർക്കം വഴി, അതായത് യുക്തികൾ വഴി. രണ്ട് ശ്രുതി പ്രമാണത്തെ അവലംബിച്ചുകൊണ്ട്. ഇപ്പൊ ശ്രുതിയും തർക്കവുമാണ് ഇവിടെ നാം സ്വീകരിക്കുന്ന പ്രമാണങ്ങൾ. പ്രമാണങ്ങളില്ലാതെ നമുക്ക് വസ്തുക്കളെ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ലോകത്തിൽ തന്നെ നമ്മൾ പറയാറുണ്ട്, ഒരാൾ ഒരു വസ്തുത പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള ആ ഒരു തർക്കം മൂത്തപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നതിന് എന്താണ് പ്രമാണം എന്ന് ചോദിക്കും. അപ്പൊ പ്രമാണം മാനാധീന മേയ സിദ്ധി. ഈ മാനം പ്ര എന്ന ഉപസർഗം ചേരുമ്പോൾ പ്രമാണം എന്നാകുന്നു. മേയം അറിയപ്പെടേണ്ട വസ്തു. ഓരോ വസ്തുക്കളും നമ്മളിപ്പോ അറിയണം. എന്തിനാണ്? വസ്തുക്കളുടെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കി വേണം ഇതിൽ ആത്മത്വം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ. എന്നിട്ട് ഓരോന്നും ആത്മാവാണോ എന്ന് പരിശോധിക്കുക. ആത്മാവ് ശരീരമാണ് ആത്മാവ് എന്ന് പറയുന്ന ചാർവാകൻ, നേരത്തെ നമ്മളത് മനസ്സിലാക്കി. അയാളുടെ ആ മതത്തിലുള്ള ആ പോരായ്മകൾ, ആ പരിമിതികളും എല്ലാം നാം മനസ്സിലാക്കി. ഇനി കുറച്ചുകൂടി അറിവുള്ളതായ മറ്റു മതങ്ങളിലെ, പ്രത്യേകിച്ച് വേദനിന്ദകരായ നാസ്തികരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായ ജൈന ബൗദ്ധന്മാരുടെ മതമാണ് ഇനി നാം നോക്കേണ്ടത്. അത് കഴിഞ്ഞ് നാം വേദങ്ങളെ അംഗീകരിക്കുന്നവരായ, രണ്ട് രീതിയിലാണ് ഈ നാസ്തിക മതത്തെ നാം കാണേണ്ടത്. ഒന്ന്, ഈശ്വരനെ അംഗീകരിക്കുന്നവർ ആസ്തികരും, ഈശ്വരനെ അംഗീകരിക്കാത്തവർ നാസ്തികരും. വേദങ്ങളെ പ്രമാണമായി അംഗീകരിക്കുന്നവർ ആസ്തികരും, വേദങ്ങളെ പ്രമാണമായി അംഗീകരിക്കാത്തവർ നാസ്തികരുമാണ്. ഇതിൽ ചാർവാകനെ മാറ്റി നിർത്താം. ഇനി ജൈന ബൗദ്ധങ്ങളുടെ ഒരു പ്രത്യേകത ഈശ്വരനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ രസകരമായ ഒരു തത്വങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോ ഈ പറയുന്ന ജൈനന്മാർ, അല്ലെങ്കിലും ജൈനന്മാരും ബൗദ്ധന്മാരും, വാസ്തവത്തിൽ ശാസ്ത്രങ്ങളിൽ പല സ്ഥലത്തും ജൈന ബൗദ്ധന്മാരെ ഒരുമിച്ചാണ് പറയുന്നത്. ജൈനന്മാർക്ക് വാദങ്ങളൊന്നും വലുതായിട്ടില്ല. അവരുടെ ആകെയുള്ള ഒരു വാദം സ്യാദ്വാദമാണ്. അതാണ് നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ ജൈന ബൗദ്ധ മതങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ച് പല തിയറീസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ബൗദ്ധം എന്ന് പറയുന്ന ഒരു പ്രത്യേക മതം ആ കാലഘട്ടത്തിൽ ഉണ്ടായത്, എന്തിനാണ് ജൈന മതം ഉണ്ടായതെന്നൊക്കെ, അതിനെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ചരിത്രകാരന്മാർ പലരും പല രീതിയിൽ അതിനെ കാണുന്നു. അവരവരുടെ അഭിപ്രായത്തിന് സാധുത്വം നൽകുന്ന രീതിയിൽ അവർ
അതിനെ ഘടിപ്പിക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. താത്വികമായ ഒരു പരിശീലനം മാത്രം നമുക്കിവിടെ പരീക്ഷിച്ചു നോക്കാം. ജൈനമതത്തിൽ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. കർമ്മം അവർ അംഗീകരിക്കുന്നു, കർമ്മ തിയറി അവർ അംഗീകരിക്കുന്നു. കർമ്മം ഫലം നൽകുന്നു എന്ന് അവർ അംഗീകരിക്കുന്നു. കർമ്മഫലം ഉള്ളത് കൊണ്ട് ജന്മമുണ്ടാകുന്നു എന്നവർ അംഗീകരിക്കുന്നു. ശ്രദ്ധിക്കുക, അതായത് ഒരു ജന്മം നശിച്ച അടുത്ത ജന്മം ഉണ്ടാകുന്നു, ഈ ശരീരം. അപ്പോൾ ആത്മാവുണ്ടെന്ന് അവർ അംഗീകരിക്കുന്നു. ജൈനമതത്തിൽ ആത്മാവുണ്ട്, ആത്മാവ് ജ്ഞാനരൂപിയാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നു. പക്ഷേ ജ്ഞാനസ്വരൂപിയായ ആത്മാവ്, ജൈനമതത്തിലെ ആത്മാവ് ഒരു പ്രത്യേക തരത്തിലാണ് അവർ അതിനെ നിർവചിക്കുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ശരീരപ്രമാണം, ശരീരത്തിന്റെ അളവ് എത്രയുണ്ടോ ആ അളവാണ് ആത്മാവിനുള്ളത്. അതനുസരിച്ചുള്ള ജ്ഞാനവും ഉണ്ടാവും. ഒരു ഉറുമ്പിന്റെ ശരീരത്തിൽ ആ അളവ് മാത്രമുള്ള, ആ പ്രമാണം മാത്രമുള്ളതായ ആത്മാവ്. മറിച്ച് ആനയുടെ ശരീരത്തിൽ അത്രത്തോളം വലുപ്പമുള്ളതായ ആത്മാവ്. ഇങ്ങനെ ഒരു വളരെ കൗതുകകരമായ രീതിയിലുള്ള ഒരു സങ്കല്പമാണ് അവർക്കുള്ളത് ഈ ആത്മാവിനെ കുറിച്ച്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? കേവലാവസ്ഥ, അതായത് ജിനൻ ആവുക എന്നുള്ളതാണ്. അർഹത എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുക, അർഹൻ എന്ന് പറയും, മോക്ഷാവസ്ഥയിലേക്ക് എത്തുക. ഇതെങ്ങനെ എന്ന് ചോദിച്ചാൽ, കർമ്മമില്ലാതാകണം. എങ്ങനെ കർമ്മമില്ലാതാകും? അവർ അതിന് ചില വ്രതങ്ങളൊക്കെ അവർ നിശ്ചയിക്കുന്നു. മഹാവ്രതം അത് ഭിക്ഷുക്കൾക്കുള്ളത്, അണുവ്രതം എന്നുള്ളത് ഈ സാധാരണക്കാർക്കുള്ളത്, അതായത് ഗൃഹസ്ഥന്മാർക്കുള്ളത്. എന്നാൽ അണുവ്രതവും മഹാവ്രതവും തന്നെ വളരെ കഠിനമായ, ശരീരത്തെ വേദനിപ്പിക്കുന്നതായ ഒരു, എന്താ പറയുക, ഒരു തരം ഇൻഫ്ലിക്റ്റിംഗ് പെയിൻ ഓൺ ദ ബോഡി എന്നാണ്. അത്തരത്തിലുള്ള വ്രതങ്ങളാണുള്ളത്. നമുക്കറിയാം, അടുത്തകാലത്ത് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ഒരു ജൈന ഭിക്ഷു ഭക്ഷണമില്ലാതെ അങ്ങനെ ശരീരം ഉപേക്ഷിച്ചു എന്നുള്ളത്. എത്രയോ ദിവസം അങ്ങനെ നിന്നു. പത്രങ്ങളിലൊക്കെ ഒരു 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ചതാണ്. അത് ആത്മാവിനെ കുറിച്ച് അവരുടെ സങ്കല്പം. അതവിടെ ഇരിക്കട്ടെ. തത്വത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വസ്തുവിനും നിശ്ചിതമായ രൂപമില്ല എന്നാണ് അവർ പറയുന്നത്. അതാണ് അവരുടെ ഒരു പ്രത്യേകത. ഒരു വസ്തുവിനും നിശ്ചിതമായ രൂപം ഇല്ല. ജഗത്ത് അവരെ സംബന്ധിച്ച് അത്, ജഗത്ത് എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു സത്യത്വമുണ്ട് എന്നും പറയുന്നു. എങ്ങനെയെല്ലാം പരസ്പര വിരോധങ്ങളാണ് അവിടെ കാണുന്നത്. താൽക്കാലികമായ ഒരു അസ്തിത്വം ജഗത്തിനുണ്ടെന്ന് പറയുന്നു. അത് പറയുമ്പോഴും അവർക്ക് സംശയം തീരുന്നില്ല. അതുകൊണ്ട് സപ്തഭംഗി ന്യായം എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നതായ ഒരു വിചിത്രമായ ഒരു വാദം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതിനെ സ്യാദ് വാദം എന്നാണ് പറയുന്നത്. സ്യാദ് എന്ന് പറഞ്ഞാൽ സംശയാത്മകമായ അസ്തിത്വമാണ് സ്യാദ് എന്നുള്ളത്. അസ്ഥി എന്നല്ല, സ്യാദ് അങ്ങനെ ഉണ്ടാകാം എന്നാണ് ആ രൂപം. സ്യാദ് അസധാതുവിൽ നിന്നും കിട്ടുന്ന രൂപമാണത്. ഇൻഡെഫിനിറ്റ് ക്ലാസ് ആണത്. സ്യാദ്വാദം എന്ന് പറയും. അതിന് 7 തരത്തിൽ തത്വത്തെ അവർ വർണ്ണിക്കുന്നു. അതിനെ സപ്തഭംഗി, സപ്തം 7, സപ്തഭംഗി 7 തരത്തിലുള്ള വിഭാഗത്തോട് കൂടിയത് നിർണയരാഹിത്യം എന്നാണ്. അത് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൾമിനേഷൻ ഓഫ് എന്താ പറയുക, ഇൻഡെഫിനിറ്റ്, ഒരിക്കലും ഒരു ഡെഫിനിറ്റ് ആയ ഒരു നിർണയത്തിലേക്ക് എത്താത്തതായ സ്വഭാവമാണ് ഈ സ്യാദ്വാദം. വസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ
സ്യാദ് അസ്തി, വസ്തു ഉണ്ടാകാം, ഒന്ന്. ഇനി സ്യാദ് നാസ്തി, വസ്തു ഇല്ലാതിരിക്കാം. ഇനി മൂന്ന്, സ്യാദ് അസ്തി നാസ്തി, വസ്തു ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. എങ്ങനെ? പരസ്പരം ഒരിക്കലും യോജിക്കാത്തതാണ് അസ്തിത്വവും നാസ്തിത്വവും, പക്ഷെ അവർ യോജിപ്പിക്കുന്നു. സ്യാദ് അസ്തി നാസ്തി. 4, സ്യാദ് അവക്തവ്യ, വസ്തു എപ്രകാരമാണെന്ന് നിർണയിക്കാൻ സാധ്യമല്ല. അവക്തവ്യ, പറയാൻ കഴിയുന്നതല്ല. അതാണ് 4ാമത്തെ പോയിന്റ്. ഇനി 5ാമത്തെ, സ്യാദ് അസ്തിച അവക്തവ്യശ്ച, വസ്തു ഉണ്ടായിട്ടും നിർണയിക്കാൻ സാധ്യമല്ല. 6, സ്യാദ് നാസ്തിച അവക്തവ്യ, വസ്തു ഇല്ല എന്നാൽ നിർണയിക്കാൻ സാധ്യമല്ല. വസ്തു ഇല്ല എന്നാൽ ഇല്ലെന്ന് നിർണയിക്കാൻ സാധ്യമല്ല. ശ്രദ്ധിക്കുക, ആ വിരോധം ശ്രദ്ധിക്കുക. The incongruity in their statements. സ്യാദ് അസ്തിച അവക്തവ്യ, വസ്തു ഉണ്ട് എന്നാൽ വസ്തുവിന്റെ അസ്തിത്വം നിർണയിക്കാൻ സാധ്യമല്ല. സ്യാദ് നാസ്തിച അവക്തവ്യ, വസ്തു ഇല്ല എന്നാൽ നിർണയിക്കാൻ സാധ്യമല്ല. അപ്പോൾ വസ്തുവിന്റെ അസ്തിത്വം, എക്സിസ്റ്റൻസ്, ഇറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ്. വസ്തു നാസ്തി, there is no matter, but it cannot be explained. അപ്പോ എക്സിസ്റ്റൻസോ നോൺ എക്സിസ്റ്റൻസോ ഇവ രണ്ടും നിർണയിക്കാൻ സാധ്യമല്ല. അതിന്റെ ആ ഗ്രൂപ്പിംഗ് ആണ് 7ാമത്തെ. സ്യാദ് അസ്തിജ നാസ്തിജ അവക്തവ്യ, വസ്തു ഉള്ളതായും ഇല്ലാത്തതായും സ്ഥിതി ചെയ്യുന്നു എന്നാൽ അവക്തവ്യവുമാണ്. ഇങ്ങനെയാണ് അവരുടെ അഭിപ്രായം. ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അത് അത് വിശദീകരണം, അതായത് ജൈനമതത്തിൽ മാത്രം ഈ തർക്കഗ്രന്ഥങ്ങളൊന്നും വലുതായിട്ടില്ല. അവരുടെ അഭിപ്രായങ്ങൾ ചില ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ തരുന്നു. ചില ജൈന സൂത്രങ്ങളുണ്ട്, ചില ജൈന ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ഇതിനെയാണ് സപ്തഭംഗി ന്യായം എന്ന് പറയുന്നത്. സ്യാദ് വാദം എന്നും ഇതിനെ പറയും. കാരണം സ്യാദ് അസ്തി 1, സ്യാദ് നാസ്തി 2, സ്യാദ് അസ്തി നാസ്തി 3, സ്യാദ് അവക്തവ്യം 4, സ്യാദ് അസ്തിജ അവക്തവ്യം 5, സ്യാദ് നാസ്തിജ അവക്തവ്യം 6, സ്യാദ് അസ്തിജ നാസ്തിജ അവക്തവ്യം 7. ഇങ്ങനെ 7 തരത്തിലാണ് പ്രപഞ്ചത്തിൽ ഈ തത്വങ്ങളെ നാം നിർണയിക്കേണ്ടത് എന്ന് അവർ പറയുന്നു. ഇതാണ് സ്യാദ്വാദം. ഈ സ്യാദ്വാദം നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം ആദ്യം തന്നെ നാം പറഞ്ഞല്ലോ, ആത്മാവ് പരിമാണമുള്ളതാണ്. പരിമാണം എന്ന് പറഞ്ഞാൽ എന്താ? അളവ്. അളവെന്ന് പറയുമ്പോൾ അതിൽ ഭാഗങ്ങളുണ്ടാകും, വിഭാഗങ്ങളുണ്ടാകും. ഉറുമ്പിന്റെ അളവാണ്, ഉറുമ്പിന്റെ ശരീരത്തിന്റെ അളവാണ് ഉറുമ്പിന്റെ ആത്മാവ്. ആനയുടെ ശരീരത്തിന്റെ അളവാണ് ആനയുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ ആത്മാവിന് പിന്നെ വികാസവും സങ്കോചവും ഉണ്ടാകുന്നു. സങ്കോചം എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക, വികാസം എന്ന് പറഞ്ഞാൽ വികസിക്കുക. ഉറുമ്പിലേക്ക് പ്രവേശിക്കുന്ന ആത്മാവ് സങ്കോചത്തെ പ്രാപിക്കുന്നു. ആനയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആത്മാവ് വികാസത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാവിൽ there are parts എന്ന് കിട്ടും എന്ന് മനസ്സിലാക്കണം. There are parts in the concept of ആത്മ എന്ന് അംഗീകരിക്കേണ്ടി വരും. പക്ഷേ ആത്മാവ് അഖണ്ഡമാണ്, ഖണ്ഡമല്ല. വേദാന്ത മതം അതാണ്. അതിനുള്ള യുക്തികളാണ് ഉള്ളത്. എന്തുകൊണ്ട് ആത്മാവ് ഖണ്ഡമല്ല? ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, വ്യോമവത് വ്യാപ്തദേഹായ, വ്യോമം പോലെ ആകാശം പോലെ അഖണ്ഡമാണ് ആത്മാവ്. ഇറ്റ് കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. ആ ഒരു ആദ്യ ലോജിക്കിൽ തന്നെ, ആ തർക്കത്തിൽ തന്നെ ജൈനമത സിദ്ധമായ ആത്മാവിന്റെ സ്വരൂപം ഇല്ലാതാകും. ഇനി ഈ സപ്തഭംഗി ന്യായം എന്ന് പറയുന്ന അവര്
പറയുന്നതായ ആ ഒരു വാദം അതാകട്ടെ ഒരിക്കലും നിർണയത്തിലേക്ക് എത്തുന്നില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് നിർണീത ജ്ഞാനത്തിലാണ് എത്തിക്കേണ്ടത്. സന്ദിഗ്ധത ഉള്ളതിനെ മാറ്റി സംശയത്തെ നിവാരണം ചെയ്ത് യഥാർത്ഥമായ സ്വരൂപത്തെ മനസ്സിലാക്കി തരിക എന്നതാണ് ശാസ്ത്രത്തിന്റെ ഉദ്ദേശം. അങ്ങനെ രണ്ട് രീതിയിലും ജൈനമതത്തിൽ ഈ ആത്മസ്വരൂപം, അവർ പറയുന്നതായ ആത്മസ്വരൂപം നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇനി മതമെന്ന ദൃഷ്ടിയിൽ നോക്കിയാൽ അവർ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. ഈശ്വരനെ അംഗീകരിക്കാത്ത പക്ഷം അവിടെ വരുന്നത് ആരാണ് ഫലം തരുന്നത്? കർമ്മം സ്വയം എങ്ങനെ ഫലം തരും? കർമ്മം എന്ന് പറയുന്നത് ജഡമാണ്, ക്രിയയാണ്. ചെയ്തു കഴിഞ്ഞാൽ അത് നശിക്കുന്നു. ആ കർമ്മം നശിച്ചു കഴിഞ്ഞാൽ പിൽക്കാലത്ത് എങ്ങനെയാണ് അത് ഫലം നമുക്ക് നൽകുന്നത്? അപ്പൊ ഫലദാതാവായ ഒരു ഈശ്വരനെ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ ഈശ്വരനെ അവർ അംഗീകരിക്കുന്നില്ല. ഇനി വേദങ്ങളെ പ്രമാണമായി അംഗീകരിക്കുന്നില്ല. കാരണം വർണ്ണാശ്രമധർമ്മം മുതലായ ഇവയൊന്നും തന്നെ അവർക്ക് ബാധകമല്ല. ആ ഒരു രീതിയിൽ വളർന്നു വന്നതായ മതം പിൽക്കാലത്ത് കുറെ സമയം നമ്മുടെ ഭാരതദേശത്തിൽ വ്യാപിച്ചിരുന്നു ചില സ്ഥലങ്ങളിൽ. അതിനുശേഷം അത് ഇല്ലാതായി. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമായി അത് അവശേഷിക്കുന്നു. പിൽക്കാലത്ത് സംഭവിച്ചത് ആ ജൈനനെ തന്നെ, വർദ്ധമാന മഹാവീരൻ എന്ന ജൈനൻ, അതിനു മുമ്പുണ്ടായിരുന്നതായ 23 തീർത്ഥകരന്മാർ എന്ന് പറയുന്നതായ ആചാര്യന്മാർ, അവരെയെല്ലാം ശിലാരൂപത്തിലാക്കി അവരെയെല്ലാം ഉപാസിക്കുന്ന ഒരു മതമായി അത് പരിണമിച്ചു. ജൈനക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, കർണാടകത്തിലും മറ്റുമൊക്കെ ഇപ്പോഴും കാണുന്നു. മറ്റു തരത്തിൽ അവർ അതിന്റെ തമാശ പറയുന്നത് യജ്ഞോപവീതം ധരിച്ച, പൂണൂൽ ധരിച്ച ജൈനന്മാരുണ്ട്, പൂണൂലില്ലാത്ത ജൈനന്മാരും ഉണ്ട്. വർണ്ണാശ്രമധർമ്മത്തെ ഒരിക്കലും അംഗീകരിക്കാത്തവരായ ജൈനന്മാർ പിൽക്കാലത്ത് ഇത്തരത്തിലുള്ള പരിണാമത്തിനുമൊക്കെ വിധേയമായി എന്നുള്ളതാണ് വാസ്തവം. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ബൗദ്ധമതത്തെ കുറിച്ചാണ്. അത് പിന്നീട് നമുക്ക് എടുക്കാം. കാരണം വളരെയധികം അതിൽ ഭേദങ്ങൾ, സബ് ഡിവിഷൻസ് ഉണ്ട്. ആ ബൗദ്ധത്തെക്കുറിച്ചുള്ള ചിന്ത, ബൗദ്ധമത സമ്മതമായ ആത്മാവ് എന്താണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. അത് മൂന്നാമത്തെ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനത്തിലെ ഒരു ചർച്ചയ്ക്ക് ഈ വിഷയങ്ങളും കൂടി അതിൽ ഘടകമാകും എന്നാണ് തോന്നുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകം നമുക്ക് നാളെ മുതൽ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. അപ്പോൾ നമുക്കവിടെ ന്യായ വൈശേഷിക മതങ്ങളുടെ, ആസ്തിക മതം, ഈശ്വരനുണ്ട് എന്നാൽ വേദങ്ങളും ഉണ്ട്, എന്നാൽ വേദാന്ത സമ്മതമായ ആത്മസ്വരൂപമല്ല അവിടെ ഉള്ളത്. ആ മതങ്ങളെ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനിമായ ബഹിരിഭൂതം യഥാ നിദ്രയാ യസ് സാക്ഷാത്കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ എന്ന ശ്ലോകം. ഇനി രണ്ടാമത്തേതിൽ കാര്യകാരണഭാവമെല്ലാം അതിൽ അദ്ദേഹം കൊണ്ടുവരികയാണ്. ബീജസ്യാം തരിവാങ്കുരോ ജഗതിദം പ്രാങ് നിർവികൽപ്പം പുനർമായാകൽപ്പിത ദേശകാല കലനാ വൈചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയ സ്വേച്ഛയ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ എന്ന രണ്ടാമത്തെ ശ്ലോകം നമുക്ക് നാളെ അത് തുടങ്ങി അതിൻ്റെ ഒരു അവാന്തര വിഷയമായി മറ്റു മതങ്ങളിലെ ആത്മസ്വരൂപത്തെയും കൂടി നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. ഇന്നത്തെ സത്സംഗം സമാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.